ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഒരു അവിയലായാലോ? നിങ്ങൾ ഈ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, സപ്പോർട്ട് ചെയ്യണേ. അവിയൽ വയ്ക്കാൻ വേണ്ടി ചൂട് കട്ടിയുള്ള ഒരു പാത്രം ആദ്യം തന്നെ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ വെജിറ്റബിൾസ് അടിയിൽ പിടിക്കാതിരിക്കാനാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വേവുള്ളതെന്ന് പറഞ്ഞാൽ ചേനയാണ്. അപ്പോൾ ആദ്യം ചേന കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. നമുക്ക് എത്രയാണ് വെജിറ്റബിൾസ് ആവശ്യം അത്രയും നമുക്ക് എടുക്കാം. കൊത്തമര, വഴുതന, വെള്ളരിക്ക, പടവലങ്ങ, മുരിങ്ങക്കായ, ഇത് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്താണ്. ഈ ഉരുളക്കിഴങ്ങ് എല്ലാവരും ഒന്നും അവിയലിൽ ചേർക്കലില്ല. ഇവിടെ നമ്മൾ ചേർക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇടുന്നത്. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇടണ്ട. പച്ചമുളക്, ഏറ്റവും അവസാനം നമ്മൾ പച്ചക്കായ കട്ട് ചെയ്ത് വെച്ച് ഇട്ട് കൊടുക്കുകയുള്ളൂ. ഇനി കഴുകി വെച്ച കറിവേപ്പില ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടുതൽ വേണമെങ്കിൽ ഇച്ചിരി കൂടെ ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പ് ചേർക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ച് നന്നായിട്ട് ചൂടാകുന്നവരെ മീഡിയം ഫ്ലെയിമും പിന്നെ മേലോടിയും കൂടി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അവിയലിന് പച്ചവെളിച്ചെണ്ണയും പച്ചത്തേങ്ങയാണ് ഏറ്റവും അധികം സ്വാദ് കൂട്ടുന്നത്. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിലും നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേന് ലോ ഫ്ലെയിമിലും വേണം വെജിറ്റബിൾസ് വേവിക്കാൻ. അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്ത് വരുമ്പോഴത്തേന് കുറച്ച് തേങ്ങ ഒന്ന് ചതച്ചെടുക്കാം. അതിൽ ഞാൻ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകമാണ്. പിന്നെ ഒരിച്ചിരി കറിവേപ്പില ഇടുന്നുണ്ട്. ആ കറിവേപ്പില ആ തേങ്ങയിൽ നിന്ന് ചതയുമ്പം ഒരു ടേസ്റ്റ് ഉണ്ടാകും. അതിന് വേണ്ടിയിട്ട് അത് വേണമെന്ന് നിർബന്ധമില്ല, ഇട്ടാൽ മതി. മുളക് അതിൽ ഇട്ടിട്ടുണ്ട്, എന്നാലും എരിവിന് വേണ്ടിയിട്ട് ഇത്രയും മുളക്. ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. അരയണ്ട, ചതഞ്ഞാൽ മതി. ഇതുപോലെ വേണം നമ്മൾ തേങ്ങ ചതച്ചെടുക്കാൻ. ഒരുപാട് അങ്ങോട്ട് അരയുകയും വേണ്ട, എന്നാൽ ഒരുവിധം ചതയുകയും വേണം. നമുക്കിനി വേവാൻ വെച്ച കഷ്ണങ്ങളൊക്കെ വെന്തോന്ന് അടപ്പ് തുറന്ന് നോക്കാം. വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് എല്ലാം കൂടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കണം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരപ്പ് ചേർക്കുമ്പോൾ ഇതിൽ വെള്ളമൊന്നും ചേർക്കില്ല. നമ്മൾ സാധാ ചെയ്യുന്ന പോലെ മിക്സിയുടെ ജാറൊക്കെ ഒന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ച് കഴുകി അങ്ങനെയൊന്നും ഒഴിക്കരുത്. അവിയലിലേക്ക് നമ്മൾ വെള്ളം തീരെ ചേർക്കുന്നില്ല. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതുപോലെ നമ്മുടെ അരപ്പൊക്കെ തേങ്ങയൊക്കെ എല്ലായിടത്തും ആകും പോലെ മിക്സ് ചെയ്യാം. ഇനി സിമ്മിലിട്ട് ഒരു 2 മിനിറ്റും കൂടി നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇനി നമുക്ക് ഇതുപോലെ നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഇനി ഒരു ഇച്ചിരി കറിവേപ്പിലയും കൂടെ മേലോടി ഇട്ട് കൊടുക്കാം. ഇതുവരെയും നമ്മൾ പുളിക്കൊന്നും ചേർത്തിട്ടില്ല. ഞാനിത് കുറച്ച് കട്ട തൈരാണ് എടുത്തേക്കുന്നത്. അത് നമ്മൾ മിക്സിയിൽ അടിക്കാതെ കൊണ്ട് ഒരു തവി കൊണ്ട് ഇതുപോലെ ഒന്ന് ഉടച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ളത് ആദ്യം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഫ്ലെയിം ഇപ്പോൾ ഓഫാണ്. നമ്മൾ തൈര് ഒഴിക്കുമ്പോൾ ഓണാക്കിക്കൊണ്ട് ഒഴിച്ചു കഴിഞ്ഞാൽ തൈര് പിരിഞ്ഞു പോകും. അപ്പോൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് അല്ലാതെ തന്നെ നല്ല ചൂടുണ്ടാവും. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
നമുക്ക് പുളിക്ക് വേണ്ടിയിട്ട് പച്ചമാങ്ങയോ അല്ലെ തക്കാളിയോ ഒക്കെ ചേർക്കാം. ഇപ്പം മാങ്ങയുടെയൊക്കെ ഒരു കാലമല്ലേ, മാങ്ങയൊക്കെ കിട്ടുകയാണെങ്കിൽ മാങ്ങ ചേർക്കുന്നത് നല്ലതാണ്. ഞാൻ ഉപ്പും പുളിയൊക്കെ നോക്കിയപ്പം പാകത്തിന് ഉപ്പും പുളിയൊക്കെ ഉണ്ട്. നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. നമ്മുടെ അവിയൽ ഇവിടെ ആയിട്ടുണ്ട്. നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിതൊരു മൺചട്ടിയിലേക്കാണ് മാറ്റുന്നത്. അപ്പം നമുക്ക് അവിയൽ കേടാകാതിരിക്കും. ഇപ്പം നല്ല ചൂടൊക്കെ അല്ലേ, അപ്പം നമുക്കിതുപോലൊരു ചട്ടിയിലേക്ക് മാറ്റുകയാണെങ്കിൽ കേടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സദ്യയിലെ അതേ രുചിയിൽ തന്നെ നമുക്ക് വീട്ടിൽ അവിയൽ തയ്യാറാക്കാൻ പറ്റും. നിങ്ങളും കൂടെ ഇങ്ങനെ ഒരു അവിയലൊക്കെ വെച്ച് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.